ഇവിടെ ഈ പരിസരത്ത് ഈ ഒരു വീട് മാത്രമല്ല 3-4 വീടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു ബൈക്ക് നിൽക്കുന്നു കാണാം. ആ ബൈക്കിന്റെ എഞ്ചിൻ ഭാഗത്തൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ഒരു പുതിയ ബൈക്കാണ്. ആ ബൈക്കിന്റെ പകുതിയോളം കയറിയിട്ടുണ്ട്. മറ്റൊരു ബൈക്ക് മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് അവർ. അതായത് കുറച്ച് നനയാതിരിക്കാൻ കുറച്ച് ഉയർത്തിയിട്ട് അതിന് തൊട്ട് സമീപത്ത് വീടുണ്ട്. ഒരു ചെറിയ കുട്ടിയുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ചെറിയ കുഞ്ഞടക്കമുള്ള വീടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ആഘാതം അല്ലെങ്കിൽ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ. തൊട്ട് ഇതിന് സമീപത്തൊരു പാടമാണ്. അതായത് ഈ കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്തിൽ നിന്നും ഈ ഇവിടേക്ക് വെള്ളം, അതായത് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വരുന്നതാണ്. അതായത് എല്ലാ വർഷവും കയറുന്നതാണ് പറഞ്ഞത്. സ്വാഭാവികം അപ്പോൾ ഇവിടെയുള്ള ജനപ്രതിയുള്ള ഒരു ശ്രദ്ധ ഇവിടേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ വീടിനുള്ളിലേക്കൊക്കെ നമുക്ക് കാണാം മുഴുവനായും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിറയെ വെള്ളം ഈ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയൊരു ബുദ്ധിമുട്ട് ഈ വീട്ടുകാർ അനുഭവിക്കുന്നത്. വീട്ടുകാർ മാത്രമല്ല, ഈ വരുന്ന വഴിയിലുള്ള പ്രദേശത്തൊക്കെ തന്നെ നിരവധി വീടുകൾ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചെറിയ കുട്ടിയുള്ള വീടാണ്. ഒരു ദുരിത കാഴ്ച തന്നെയാണ് അരുൺകുമാർ. എന്തായാലും നമുക്ക് ഈ പഞ്ചായത്ത് അധികൃതരുമായി ഉടൻ തന്നെ ബന്ധപ്പെടേണ്ടതുണ്ട്. ഇവർ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിലേക്ക് വരാം. അപ്പോൾ ഇവിടുന്ന് ആരും വന്നില്ലൊന്നും? ഇല്ല, ഇതുവരെ ആരും വന്നില്ല.